ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു വർക്കിംഗ് ഡേ ആണ്. അത് കാരണം തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് എൻ്റെ ജോലിയിലോട്ട് അങ്ങ് കടക്കുവാണേ. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയായിരുന്നേ. മുട്ടക്കറി ഞാനേ അമ്മച്ചി ഉണ്ടാക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് മസാലയൊന്നും അധികം ചേർക്കാതെ കേട്ടോ ഉണ്ടാക്കിയത്. ഇതൊരു സൂപ്പർ കോമ്പിനേഷനാണ്. എത്ര കഴിച്ചാലും അങ്ങോട്ട് മതിയാവില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ച് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ ജോലിയുണ്ട്, ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ലഞ്ചിനായിട്ട് ഞാനൊരു ചാമയരിയുടെ പുലാവായിട്ട് ഉണ്ടാക്കുന്നത്, എഗ്ഗൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, പിന്നെ ഒരു മീഡിയം സൈസ് സവോള, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്ന് ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം സവോള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി അതൊന്ന് വഴണ്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഇതെല്ലാം ഒന്ന് സൈഡിലോട്ട് നീക്കി ഒന്ന് നടുക്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാവണം. ആ ഒരു സ്പേസിലോട്ട് 3 മുട്ട അത് പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതായിട്ട് ചിക്കി എടുക്കണം. ചിക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരുമ്പോഴേക്കും ഞാൻ ഇന്നലെ രാത്രി ചാമേരി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് അതൊരു കപ്പ് ഉണ്ടാവും. അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചാമയരിയുടെ പുലാവ് റെഡി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാസ്ലി ഒക്കെ ഇടുന്നുണ്ട്. ഈ പാസ്ലിയില്ലേ, ഇന്നലെ ഞാൻ ഫ്രഷിൽ പോയപ്പം ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഇവിടെ കാണുന്നത്. അന്നേരം തന്നെ ഞാനത് മേടിച്ചിട്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. അന്നേരം ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെള്ളമൊക്കെ എടുക്കാനുണ്ട്, അതെല്ലാം എടുത്ത്. പിന്നെ ചേട്ടന് കുറച്ച് പുലാവ് കൊടുക്കണമായിരുന്നു, അതും കൂടെ കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോട്ടെ. ഓക്കെ, ബായ്.